ആദ്യം തന്നെ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ ചങ്ങാതിമാർക്കും ഒരു കിടുക്കാച്ച് നമസ്കാരം ഇരിക്കട്ടെ. ഇന്നൊരു കിടുക്കായിട്ടാട്ടോ വന്നിരിക്കുന്നത് കേട്ടോ. ഒരു 4 കിലോ വലിപ്പമുള്ള ഒരു ഫുൾ മീനെ കിട്ടി. എന്നാൽ പിന്നെ അവനെ അങ്ങ് ഒരു മസാലയൊക്കെ ചേർത്ത് ഒരു കിടുക്കൻ മസാലയൊക്കെ ചേർത്ത് സംഭവം ചേർത്ത്. ആദ്യം തന്നെ മീൻ നല്ല കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത മീനാണ്. നേരെ ഇവനെ ഒന്ന് വരഞ്ഞെടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവനെ വരയുമ്പോൾ ഇതുപോലെ ഗ്യാപ്പിട്ട് വേണം വരയാൻ വേണ്ടി. അപ്പോൾ ഈ മീനിൻ്റെ ഐറ്റത്തിന് പേരെന്നാണെന്നറിയോ? കിടുക്കൻ പേരാ, അളിയൻസ് മീൻ. അതായത് നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മളെ സ്നേഹിക്കുന്ന നല്ല അളിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളവിടെ ചെല്ലുമ്പോൾ അളിയന്മാർ ഇതുപോലെ ആറ്റി ചെന്ന് ഒരു നല്ല മീൻ മേടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ ഒരു ഒരു മസാല ഇട്ടൊരു ഗ്രില്ലങ്ങ് ചെയ്യും. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ മീനിന് ഒരു പേരും കിട്ടും, അളിയൻസ് മീൻ. ഇവൻ ഒരിച്ചിരി ഉപ്പും പുളിയും ചെറിയ മധുരമൊക്കെ ചേർന്നൊരു സംഭവമാണ്. അത് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതെങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യം ഇതുണ്ടാക്കേണ്ട രീതി നമുക്ക് കാണാം. നേരെ ആവശ്യത്തിന് ലെമൺ ജ്യൂസ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. കാരണം ഇത്ര വലിയ മീനായതുകൊണ്ട് നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ പുളി അങ്ങ് പിടിക്കുകയുള്ളൂ. ഇതുപോലെ നല്ല രീതിയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പലരും എന്നോട് ഇതിൻ്റെ അകത്ത് കമൻറ്റ് ഇടുന്നുണ്ട്, ഇന്നേൻ്റെ റെസിപ്പി വേണം, ബീഫ് ഫ്രൈ ചെയ്ത റെസിപ്പി വേണം, മീൻ കറി റെസിപ്പി വേണം, നാടൻ മീൻ കറി ചെയ്ത്, നാടൻ ചിക്കൻ കറി ചെയ്ത്. ഇതൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം ആ താഴേക്കുള്ള വീഡിയോസൊക്കെ നോക്കുക നമ്മുടെ ചാനലിൽ. അപ്പോഴേക്ക് ഇഷ്ടം പോലെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും വീട്ടിലുണ്ടാക്കാൻ എളുപ്പമുള്ള എല്ലാം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. പിന്നെ ഇതുപോലെ കുരുമുളക് പൊടി അങ്ങ് വാരി വിതറുക, ആവശ്യത്തിന് ഉപ്പും വാരി വിതറുക. ഇത്ര ഇട്ട ശേഷം ഇവനൊന്ന് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടി, തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് ഇങ്ങനെ നല്ല രീതിയിൽ അങ്ങ് മസാജ് ചെയ്യുക. മീനെ അങ്ങ് ഉടയാതെ വേണം കേട്ടോ മസാജ് ചെയ്യാൻ. ഉടച്ചൊരു പരുവാക്കല്ലേ, അതൊരു പരുവായി പോവും. അതുകൊണ്ട് ഉടയാതെ നല്ല രീതിയിൽ ഈ മസാലയൊക്കെ അങ്ങ് പിടിപ്പിച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ അങ്ങ് മീൻ മാറ്റി അങ്ങ് വെക്കണം. കണ്ടില്ലേ, കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നുള്ള തലയിലൊക്കെ അങ്ങ് തേച്ച് പിടിപ്പിക്കുക. തലയിലും വയറിൻ്റെ അകത്തും ഒക്കെ ഈ മസാല അങ്ങ് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ടൊരു അരമണിക്കൂർ അങ്ങ് മാറ്റി വെക്കുക. ഈ സമയത്ത് ഈവനിലേക്ക് തേക്കാനുള്ള അടുത്തൊരു കിട്ടുക്കൻ മസാല കേട്ടോ. അതിനുവേണ്ടി ആദ്യം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും വെളുത്തുള്ളിയും ചെറുള്ളിയും കൂടെ ആദ്യം മിക്സിക്കകത്തിട്ട് ഇതുപോലെ ക്രഷ് ചെയ്യണം. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇവനെ മിക്സിയിലേക്ക് ക്രഷ് ചെയ്യുക. ഉപ്പ് നോക്കിയിടണേ. അപ്പോൾ ഈ രൂപത്തിലെങ്ങും കിട്ടും. ശേഷം വേറൊരു പാത്രം എടുത്ത് വെള്ളം ചൂടാക്കുക. അതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കാശ്മീരി ചില്ലി അങ്ങ് എടുത്ത് മറിക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തിട്ട് ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കാശ്മീരി ചില്ലി. അപ്പോൾ തണ്ടോടെ ഇട്ട് ഒരു കുഴപ്പമില്ല. ആൾക്കാർ ചോദിക്കും തണ്ടോടെ എണ്ണ ഇടുന്നത് ചോദിക്കും. തണ്ടോടെ ഇട്ട് കഴിഞ്ഞാൽ എരിവ് കുറഞ്ഞ് കിട്ടും. നല്ല എരിവായിരിക്കും. തണ്ടും കൂടെ ചെല്ലുമ്പോൾ എരിവ് മാറും, വേറൊരു ടേസ്റ്റും കിട്ടും. എന്നിട്ട് ഇതുപോലെ തന്നെ ഫ്ലേക്സ് പോലെ ആക്കിയെടുക്കുക. ശേഷം പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ആ ചില്ലി ഇങ്ങനെ ക്രഷ് ചെയ്തിരിക്കുന്ന ചില്ലി അതിൻ്റെ അകത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യുക. ലൈറ്റ് കളർ വേണം, കരിഞ്ഞു പോകരുത്. ലൈറ്റ് കളറാകുന്ന രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യുക. അപ്പോഴേക്ക് ചെറിയൊരു സ്മെല്ല് വരും കേട്ടോ, നല്ലൊരു സ്മെല്ലാട്ടോ. അപ്പോൾ ഈ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയും എല്ലാം കൂടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ അതിലേക്ക് എടുത്ത് മറിച്ചിട്ട് ഇങ്ങ് മൊത്തത്തിലങ്ങ് വേവിച്ചെടുക്കുക നല്ല രീതിയിൽ. അപ്പോൾ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടും. ഇത് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ മുകളിലേക്ക് സ്നേഹത്തോടെ കുറച്ച് കരിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഈ സ്നേഹത്തോടെ കരിവേപ്പില ഇട്ട് കുറച്ച് മൊത്തത്തിൽ മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടെ സ്നേഹത്തോടെ ഇട്ട് കൊടുക്കുക. ഈ ഉപ്പും കൂടെ ഇട്ട ശേഷം മിക്സ് ചെയ്ത ശേഷം വേണമെങ്കിൽ ഒരു ഇച്ചിരി എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ ഒരു പിടുത്തം പിടിക്കാൻ നല്ല സംഭവം കേട്ടോ ഈ സാധനം കേട്ടോ. വേറെ ലെവലൊരു ചട്നിയാണ്. എന്നിട്ട് ഇവനെ നേരെ എടുത്ത് മീനിലേക്കൊരു മറിക്കുക. വേണ്ടല്ലേ, മീനിലേക്ക് മൊത്തം വാരി ഇങ്ങ് പൊത്തിക്കുക സാധനം. എന്നിട്ട് നല്ല രീതിയിൽ അങ്ങ് തേച്ച് പിടിപ്പിക്കുക. കണ്ണടച്ചങ്ങ് മീനിലേക്ക് മൊത്തത്തിലങ്ങ് വരഞ്ഞെടുത്തും പള്ളക്കകത്തും അതിൻ്റെ അകത്തും ചെവിക്കിടയിലും എല്ലായിടത്തും അങ്ങ് തേച്ചങ്ങ് പിടിപ്പിച്ച് തലയിലൊക്കെ അങ്ങ് മൊത്തത്തിലങ്ങ് തേച്ച് പിടിപ്പിക്കുക. കണ്ണടച്ചങ്ങ് തേച്ച് പിടിപ്പിച്ചു. അപ്പം മസാല നല്ല രീതിയിലങ്ങ് തേച്ച് പിടിച്ച് കഴിയുമ്പോൾ ഇവനെ ഒരു അരമണിക്കൂർ ആ മസാലയോടെ തന്നെ അങ്ങ് വെച്ചേക്കുക. അപ്പോൾ ആ മസാല ആവത്തേലേക്ക് അങ്ങ് ഇറങ്ങി പുളിയും എരിവും ഒക്കെ ആ മീനിൻ്റെ പീസിലങ്ങ് പിടിച്ച് കിട്ടും നല്ല രീതിയിൽ. ഇതൊരു ചട്നി മസാല കേട്ടോ, ഒരു പ്രത്യേക ചട്നി മസാലയാണ്. അത് വീട്ടിലുണ്ടാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെറുതെ ഒന്ന് കഴിച്ചു നോക്കണം. വേറെ ടേസ്റ്റ് എൻ്റെ ചങ്ങാതി പറയാതിരിക്കാൻ പറ്റില്ല. വേറെ ലെവലാണ് സാധനം.
എന്നിട്ട് ദേ ഇതുപോലെ ഒരു തവയിലേക്ക് ഇങ്ങനെ എണ്ണ ഇങ്ങ് വാരി വിതറുക. ശേഷം ദേ ഇതുപോലെ കരിവേപ്പില ഇങ്ങനെ സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ദേ ഇതുപോലെ ഇങ്ങ് വാരി വിതറുക. ഇതങ്ങ് ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴേക്ക് അതിനൊരു ബേസ്മെൻ്റ് ആവും. അപ്പോൾ എന്നിട്ട് ദേ മസാല ഇട്ട മീൻ നേരെ അതിലേക്ക് സ്ലോ മോഷനിൽ അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പം മീനിൻ്റെ അടിയിൽ പിടിക്കത്തില്ല. അപ്പോൾ സ്കിന്നിങ്ങനെ വിട്ടു അവത്തെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് ഒരു പരുവോ രൂപമോ ഒന്നും ആവത്തില്ല. എന്നിട്ട് ആവശ്യത്തിന് ഇച്ചിരി വെളിച്ചെണ്ണ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉണ്ടല്ലേ ഇതുപോലെ. എന്നിട്ട് അവനെ ഇങ്ങനെ നല്ല രീതിയിൽ അങ്ങ് ഗ്രില്ല് ചെയ്തു, കണ്ണടച്ച് ഗ്രില്ല് ചെയ്തു. നല്ല സ്മെല്ലായിരുന്നു. ആ വെളിച്ചെണ്ണയും കൂടെ മസാലയും കൂടെ ആ കരിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോഴേക്കും ഒരു സ്മെല്ല് വരാം എൻ്റെ ചങ്ങാതി. വായി വെള്ളം വന്നൊരു രക്ഷയില്ല എൻ്റെ ചങ്ങാതി. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ സ്ലോ മോഷനിൽ എങ്ങനെ മറിക്കുക. മറിച്ച ശേഷം ഇതുപോലെ എണ്ണ അതിന് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ മത്തിയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ മീനുകളൊക്കെ കിട്ടുന്നതാണ് ഈ സെയിം മസാലയിൽ വീട്ടിൽ നോൺ സ്റ്റിക്ക് പാനിലും ചെയ്യാം കേട്ടോ. വലിയ മീൻ തന്നെ വേണമെന്നില്ല, തവ വേണമെന്നൊന്നുമില്ല. ഈ വക സാധനങ്ങളൊക്കെ മേടിച്ച് ചെറിയ മീൻ മേടിച്ചിട്ട് നോൺ സ്റ്റിക്ക് പാനിൽ ഇതേ മസാല ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കിയാൽ സംഭവം വേറെ ലെവലൊക്കെ കിട്ടക്ക സാധനമാണ്, ഒന്നും പറയാനില്ല. ദേ സംഭവം റെഡിയായി. എന്നിട്ട് അതിൻ്റെ അതൊരു പീസ് എടുക്കുക, കണ്ണടച്ച് വായിലേക്ക് വെക്കുക. അലുത്ത് പോകുന്നതാണ് നമുക്ക്, അലുത്ത് പോകുന്നത്. അപ്പോൾ ആ എരിവെല്ലാം കൂടെ കിട്ടുമ്പോൾ എൻ്റെ ചങ്ങാതി വേറെ ലെവലാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നല്ല നല്ല വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, എല്ലാം കണ്ടോ കേട്ടോ.